ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമുക്ക് വിഷുവിൻ്റെ തലേ ദിവസമായതുകൊണ്ട് നമുക്ക് ഇത്തിരി ജാതിക്കയുടെ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ. കട്ടിംഗ് ബോർഡ് വെച്ച് കുറച്ച് അരിഞ്ഞ് എടുക്കണം. ഈ നെട്ടൊക്കെ കളയണം. അതിൻ്റെ ഉള്ളിലൊരു പാടയൊക്കെ ഉണ്ട്, അതൊക്കെ കുത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിൻ്റെ ഉള്ളൊക്കെ കണ്ട നല്ല വെളുത്ത കളറാണ്. അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു കറ വരും, അപ്പോൾ അത് ചുമന്ന് വരും. പിന്നെ അതിന് ഉപ്പ് തിരുമിയൊക്കെ വെച്ചാൽ നമുക്ക് അച്ചാർ നല്ലതാവും. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാവേ. വിഷുവൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കണം. പടക്കമൊക്കെ പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കണ്ട കേട്ടാ, ഒന്നും വിചാരിക്കണ്ട. ചിക്കനും പടക്കം പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ജാതിക്ക അച്ചാർ. ഒരുപാട് ദിവസം ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഇത് വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി അച്ചാറിടാൻ നല്ലതാണ് കേട്ടോ. ഒത്തിരി വർഷം ഇരിക്കും അങ്ങനെയാണെങ്കിൽ. ഉണക്കിയൊക്കെ അച്ചാറിട്ടാൽ ഒത്തിരി വർഷം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ നോക്കാം. കുറച്ച് അരിയട്ടെ കേട്ടോ. മുറ്റത്ത് 2 ജാതിമരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ഈ ജാതിക്ക. നമുക്ക് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യുക, അരിയട്ടെ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ജാതിക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് അച്ചാറിടാം. നല്ല ടേസ്റ്റാണ്. പുളിയാണെങ്കിൽ അടിപൊളി പുളിയാണെങ്കിൽ ജാതിക്കക്ക് നല്ല രസമുണ്ട്. ഔ, നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിതിന് ചേർക്കാനായിട്ട് ഒരു 6 തുടം പോലത്തെ 6 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 എടുത്തുള്ളൂ. ഭയങ്കര എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്, എരിവെള്ള മുളക് പൊടിയുണ്ട്, 2 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ്. നമുക്കിത് അച്ചാറുണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കോട്ടെ കേട്ടോ. കടുക് കൂട്ടി വരുന്നുണ്ട്.
ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടേട്ടോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നില്ലെങ്കിൽ അച്ചാർ ചീത്തയായി പോകും. ഒരു ബ്രൗൺ കളർ ആവണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലോണം വഴന്നാലേ അച്ചാറിന് ഒരു രുചി ഉണ്ടാവുള്ളൂ. പക്ഷെ ചീത്തയാവുമില്ല, അല്ലെങ്കിൽ ഇരുന്ന് കാറച്ച് പോകും. അത് നല്ലോണം വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തിരിയൊന്ന് താത്തി വയ്ക്കുക, സ്റ്റൗ ഒന്ന് താത്തി വയ്ക്കുകയാണ് ഗ്യാസ്. ഇപ്പം ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. അതിൻ്റെ കൂടെ കായപ്പൊടി ഉണ്ട്, ഉലുവയുണ്ട്. ഉലുവ പൊടിച്ചതും കായപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഇതൊന്ന് നല്ലോണം വഴന്നോട്ടെ. ഇത് നല്ലോണം വഴന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എണ്ണയും കൂടി വേണമെന്ന് തോന്നുന്നു. ആ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ജാതിക്കൊക്കെ ഒരു കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് ഇത്തിരി നേരം നമുക്ക് വഴറ്റി കൊടുക്കണം. വെച്ചിട്ട് അടിപൊളിയാണ്. ഇനി ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണം.
നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി കിടക്കട്ടെ കേട്ടോ. ഉപ്പൊന്ന് നോക്കിയേക്കാം അച്ചാറിൻ്റെ. നല്ല ടേസ്റ്റ് ഉണ്ട്. 2 മിനിറ്റും കൂടി കിടക്കണം. ജാതിക്ക ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി നേരം കിടക്കണമെന്ന് പറയണത്. വേഗം വേവില്ല, ഇത് ഇത്തിരി വേഗമുള്ള അച്ചാറാണത്. ഇപ്പം ഏതാണ്ട് വേകാറായിട്ടുണ്ട്. അച്ചാർ ഉണ്ടല്ലോ, ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കാം. ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, പക്ഷെ നല്ല പുളിയുണ്ട്, അതുകൊണ്ട് വിനാഗിരിയുടെ ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന അവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഹാപ്പി വിഷുവായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ബൈ.